എല്ലാവരും അച്ഛന്മാരമ്മമാർ ചേട്ടന്മാർ ചേച്ചിമാർ എല്ലാവർക്കും വീഡിയോയിലേക്ക് വമ്പിച്ച സ്വാഗതം. ഞാൻ ഒരുപാട് കാലമായി ഇൻട്രോ പറഞ്ഞിട്ട്, കാരണം ഒരുപാട് കാലം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ നേരെ യൂട്യൂബിലിട്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ലോങ് വീഡിയോ ഇടണമെന്നുണ്ട്, കാരണം ഈ ചാനലിലേക്ക് ഉണ്ട് എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാത്രമല്ല, എനിക്കാണെങ്കിൽ ഒരു സംഭവം അൺബോക്സ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ എന്തായാലും തമ്മിൽ കാണല്ലോ, പിന്നെ ഞാൻ ഇപ്പോൾ വെറുതെ സർപ്രൈസ് ആയിക്കണമെന്നില്ല, പുള്ളബാർ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം മേടിക്കണത്. ബട്ടിലേക്ക് നമുക്കൊരു കയ്യില് പൈസ ഉണ്ടെങ്കിലല്ലേ ഇത് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ CA പാസ്സായി ജോബൊക്കെ കിട്ടിയതിനു ശേഷമാണ് ഇപ്പോൾ മേടിക്കാൻ പറ്റിയത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും പിന്നെ എന്റെ കുറച്ച് വിശേഷങ്ങളും കുറെ കാലത്ത് ശേഷം കണ്ടതിന്റെയൊക്കെയാണ് ഈ വീഡിയോ. അപ്പൊ വീഡിയോയിലോട്ട് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ. അപ്പൊ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. കുറെ കാലമായി എല്ലാരും കണ്ടിട്ട് കാണാൻ മീൻസ് ഇപ്പൊ ഇതിൽ കൂടെ കാണാൻ അത്രയുണ്ടോ. ഇതിന് സത്യം പറഞ്ഞാൽ 2000 രൂപ ആയിണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേറൊരാളുടെ റിവ്യൂ നോക്കിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. അത് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ റിവ്യൂ ഇടാൻ പോണത്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് തന്നെ അല്ലേ. അപ്പൊ ഇതിപ്പോ എവിടെ നോക്കാം, 2000 രൂപ ഓർഡർ ചെയ്തിട്ട് ഒരു 1.5 ആഴ്ച കിട്ടിയ സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. ലൈക്ക് പുള്ളബാർ എനിക്ക് എന്റെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ജിമ്മിൽ പോണേക്കാട്ടി ഇഷ്ടം എനിക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാനാണ്. എനിക്ക് ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ജിമ്മിൽ വേണമെങ്കിൽ പോവാം, പക്ഷെ മന്ത്ലി ഫീയും കൊടുക്കുന്നതും അതിനെക്കാട്ടി എനിക്ക് എഫക്റ്റീവ് എനിക്ക് വീട്ടിൽ ചെയ്യാനാണ്. ഒറ്റയ്ക്ക് എന്റെ എന്ത് കാര്യമായാലും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. ഇപ്പോഴത്തെ ഫോളോ ചെയ്തൊരു കാര്യം ഉണ്ടാവും. എല്ലാവരും ചോദിക്കണ്ട് എനിക്ക് എത്ര അക്കൗണ്ട് ആടാം, പ്രൊഫൈൽ പിക്ചർ മാത്രം പോലെയാണല്ലോ അവിടെ പുതിയ അക്കൗണ്ട് തുടങ്ങണത്. CA ഫിറ്റ്, CA ലേണ്, ശരിക്കും എല്ലാവർക്കും പേരൊക്കെ അറിയാം. പക്ഷെ എന്നാലും CA ഫിറ്റ് പിന്നെ CA ലേണ്, എന്താ രണ്ടാമത്തെ ചാനലിന്റെ പേരെന്താ എന്താ അങ്ങനെ വെറുതെ ആക്കാൻ വേണ്ടിട്ട് ചോദിക്കാണ്. ഞാൻ വെറുതെ തുടങ്ങണല്ലേ, എനിക്ക് പർപ്പസ് ഉണ്ടായിട്ട് തുടങ്ങിയത് തന്നെയാണ്. പിന്നെ ഞാനിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഡാൻസ് റീലായാലും പിന്നെ എന്റെ ഓരോരോ അക്കൗണ്ടിൽ ഞാൻ ക്യാപ്ഷൻ ഞാൻ തന്നെ എഴുതിയതാണ് ബയോയിൽ ഇങ്ങനെ ഡോണ്ട് മിഷൻ ടു അച്ചീവ് ഡ്രീം ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചിലരൊക്കെ ചോദിക്കാം എന്തുട്ടാണ് ഈ ഡ്രീം ലൈഫ് അങ്ങനെയൊക്കെ. എനിക്ക് തന്നെ ഉറപ്പില്ല അതെന്താ എത്തുമെന്നില്ലേ. ഒരു വലിയൊരു ആഗ്രഹം ഉണ്ട് എനിക്ക്. പക്ഷെ അത് എന്നെ പോലെ ഒരാൾക്ക് എന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്റെ ഒരു ചുറ്റുപാട് വെച്ചിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തേക്ക് ആ ഒരു സംഭവത്തേക്ക് എത്താൻ പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. അത് എന്നെ കൂടെ എത്തുമെന്ന് എനിക്ക് ഇപ്പൊ ഒരു റീസണബിൾ അഷുറൻസ് ഇല്ല. അത് എന്തെങ്കിലും എനിക്ക് റീസണബിൾ അഷുറൻസ് ആവണം എന്നാണ് അന്നിലേക്ക് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ തുടങ്ങുന്നവര് അവരുടെ പേഴ്സണൽ അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പഠിക്കാത്ത ആൾക്കാർ തന്നെയാണ് എന്തായാലും. അപ്പൊ പക്ഷെ നമുക്കൊരു ഉറപ്പെങ്കിലും വേണ്ട. അങ്ങോട്ട് ഏകദേശം എത്തുന്നത് എനിക്കൊരു റീസണബിൾ അഷുറൻസ് ഇല്ല. അത് വെറുതെ ഡയലോഗ് അടി മാത്രമേ പോകില്ല. അല്ലെങ്കിൽ ഞാൻ ഡയലോഗ് അടി എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. 20ാമത്തെ വയസ്സിലാണ് എനിക്ക് ആക്ച്വലി എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അറിയുന്ന ഒരു സമയം. അപ്പൊ 20ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ CA ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഒന്നാമത് ഭയങ്കര വൃത്തിയുടെ സമയമായിരുന്നു, കാരണം കൊറോണ വന്നൊരു ടൈമായിരുന്നു ഫസ്റ്റ് ടൈം. അപ്പൊ ലൈവ് ക്ലാസ് ഒന്നും ഇല്ല. അപ്പൊ ഫൈനലൊക്കെ വീട്ടിലിരുന്ന് പഠിക്കായിരുന്നു. റെക്കോർഡ് ക്ലാസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നെ ലൈവ് ക്ലാസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ ഒരു CA ഫൈനലിൽ ഒരു പിള്ളേരെ പുതിയത് പരിചയപ്പെടുക അല്ലെങ്കിൽ പുതിയ സാറുമാരെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് സംബന്ധിച്ച്. കാരണം പുതിയൊരു ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും ആണെങ്കിൽ സ്റ്റാറ്റസിലൊക്കെ അടിച്ചു പൊളിക്കലും, കാരണം കൊറോണ ആണെങ്കിൽ പോലും നാട്ടിൻപുറത്ത് എല്ലാവരും കുളത്തിൽ പോലും അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ പഠിക്കാൻ കുറെ ഉള്ളതുകൊണ്ട് എന്നാ പഠിക്കുന്നത് വെച്ചാൽ പാസ്സാവണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ആകെ മൊത്തം സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഒരു മടുത്ത് പണ്ടാറങ്ങിയ ഒരു സമയമായിരുന്നു അത്. അപ്പൊ ആ ഒരു ടൈമിലാണ് എനിക്ക് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളോട് ഇഷ്ടം. ജിം അല്ലെങ്കിൽ ഇപ്പൊ ലേൺ വിത്ത് CA എന്നുള്ളത് ഇപ്പൊ ഞാൻ ടീച്ചിങ്ങിന് വന്നതിന് ശേഷം തുടങ്ങിയതാണ്. ജോബിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം. അതിന് മുന്നേ അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ എന്റെ 20ാമത്തെ വയസ്സിൽ ഇപ്പൊ ഇങ്ങനത്തെ ഫിറ്റ്നസ് റിലേറ്റഡ് സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് എന്റെ വീട്ടുകാർക്ക് ഞാൻ ഈ വീട്ടിൽ ജനിക്കേണ്ടതല്ല അങ്ങനത്തെ. കാരണം എന്റെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾ വേറെ, എന്റെ ഇഷ്ടങ്ങൾ വേറെ. എന്റെ ഉപ്പ ഇതൊക്കെ ഒരു പ്രഥമ ഒരു പെർഫെക്റ്റ് മാൻ എങ്ങനെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാല് ഒരു 10 ഡിഗ്രി വരെ വല്ല BCom എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോവുക, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറാം, എന്നിട്ട് ഒരു 60 വയസ്സ് വരെ പണിയെടുക്കുക, നാട്ടിൽ വരാം, പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെ മണ്ണിന്റെ അടിയിൽ റെസ്റ്റ് എടുക്കുക. അതാണ് ഒരു പെർഫെക്റ്റ് മാൻ. അത് മോശമല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പ്രിഫറൻസ് ആണ്. ബട്ട് എന്റെ ഇഷ്ടം അങ്ങനെയല്ലായിരുന്നു. പക്ഷെ അതെനിക്ക് ജോബിന് കയറിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് എന്നതിനോട് അടുക്കുമ്പോഴാണ് അതിന്റെ രുചി അറിയുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നാമത് പഠിക്കുന്ന സമയത്ത് ഈ സംഭവത്തിനോട് ഇഷ്ടം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ എന്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് എന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് ഗൾഫിൽ ഒരു പ്രായം കഴിഞ്ഞ് ചെന്ന് പണിയെടുക്കുന്നവരെ. അപ്പൊ എന്റെ വീട്ടുകാരെന്നല്ല എന്റെ കുടുംബക്കാരായാലും എല്ലാവരും. അപ്പൊ ആർക്കും ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്ന അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ പുതിയൊരു സാധനം ചെയ്ത് അല്ലെങ്കിൽ ആരും പോകാത്ത വഴിയിൽ പോയിട്ട് കണ്ടുള്ള ശീലമില്ലാത്ത ആൾക്കാരാണ് എന്റെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ളവരായാലും. അപ്പൊ ഞാൻ ഈ ജോബിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇപ്പൊ ഇങ്ങനത്തെ ടീച്ചിങ് തുടങ്ങുക അല്ലെങ്കിൽ ഇതുപോലെ സംഭവം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് ഇതൊന്നും കണ്ടുപരിചയമില്ലാത്തതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുകയല്ല. അവർ പഴയ ആൾക്കാരാണ്, അവർക്ക് അത്ര ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മൾ പുതിയ ആൾക്കാർ ബ്രോഡറായിട്ട് ചിന്തിക്കുന്ന പോലെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരുടെ ജീവിത സാഹചര്യം വെച്ചിട്ട്.
പിന്നെ പല ആൾക്കാരിലേക്ക് എന്റെ ഉപ്പമാന്റെ എന്നല്ല, ഞാൻ കുറെ ആൾക്കാരെ കേട്ടിട്ടുണ്ട് ലൈക്ക് എന്നെ കൊണ്ട് സാധിക്കാതെ എന്റെ മക്കളിലൂടെ സാധിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് സിനിമയിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ കുറെ ഒക്കെ നടക്കുന്ന സംഭവം തന്നെയാണ്. അതൊരുമാതിരി തെണ്ടിത്തരാന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് എന്റെ ഉപ്പയും അങ്ങനെ പറയണമെന്നില്ല കേട്ടോ. ബട്ട് ലൈക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്റെ മക്കളോട് സാധിക്കണം. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടിട്ട് എനിക്ക് ടീച്ചിങ്ങിൽ ഫേമസ് ആവണം അങ്ങനെയൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അത് എന്നെ കൊണ്ട് സാധിച്ചില്ല എന്ന് കരുതിയിട്ട് ഞാൻ എനിക്ക് ഉണ്ടാകാൻ പോണ കുട്ടീനെ സിഎക്ക് ചേർത്തിട്ട് അവനെ കൊണ്ട് ഈ കാലിസ്തനിക്സ് പഠിപ്പിച്ചിട്ട് അവനെ കൊണ്ട് ടീച്ചിങ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് തെണ്ടിത്തരാണ്. കാരണം അവന് പറഞ്ഞാൽ അവനൊരു ഇൻഡിവിജ്വൽ ആണ്, അവന്റേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് റെസ്പെക്ട് ചെയ്തിട്ട് അതിന് വേണ്ട വഴി ഒരുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടം എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനോട് ചെയ്യാൻ അത് എന്റെ കഴിവുകേടാണ്. ലൈക്ക് എന്നെ കൊണ്ട് പറ്റാത്ത ഞാനിപ്പോ എന്ത് കാരണങ്ങളും എനിക്ക് ഉണ്ടായിക്കോട്ടെ, എനിക്ക് സമയം കിട്ടില്ല അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളുണ്ട്, എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അത് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി എന്റെ കഴിവുകേടാണ്. അത് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ കഴിവുകേട് വേറെ ഒരാളുടെ വഴിയിലൂടെ അതൊരു കഴിവാക്കി എടുക്കണം, അത്ര വലിയ നല്ല കാര്യമില്ല. ജസ്റ്റ് പറയുന്നത് ഇപ്പൊ പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു നമ്മുടെ സാധനം മറന്നുപോയി. ഞാൻ കുറെ 2 ആഴ്ചയായിട്ട് കാത്തിക്കുന്ന സാധനമാണ് എന്റെ പുള്ളപ്പാറ്. ലൈക്ക് വീട്ടില് നമുക്ക് ഞാൻ കലിസ്റ്റനിക്സ് ഒക്കെ എനിക്ക് പഠിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. പഠിക്കണമെങ്കിൽ അതിന് ഭയങ്കര സ്ട്രെങ്ത് വേണം. ഈ സിഎക്ക് ഞാൻ പഠിച്ചോണ്ട് തന്നെ കുറെ കാലം ഞാൻ കസാരയിൽ ഇരുന്ന് പണിയും, അതുപോലെ തന്നെ കുറെ കാലം അല്ല മൊത്തത്തിൽ തന്നെ മേലനങ്ങാത്ത പണിയാണ് ഇപ്പൊ സിഎയിൽ ഇരിക്കുമ്പോ. അതങ്ങനെയാണ്. അതിപ്പോ സിഎക്ക് വന്നതിന് ശേഷം ഫൈനലിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് മടുത്തത്. അപ്പൊ തുടക്കത്തിൽ എനിക്ക് സിഎക്ക് എന്തെങ്കിലും ജോലി വേണമല്ലോ, അതുകൊണ്ട് വെച്ചിട്ടാ സിഎക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തന്നെ എന്റെ ബോഡി ഒന്നും ഭയങ്കര സ്ട്രെങ്ത് അല്ല, കാരണം കോറൊന്നും എനിക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ല. അപ്പർ ബോഡിയോ ലോവർ ബോഡിയോ ഒക്കെ ഒരുമാതിരി മറ്റേ പഴുത്ത ചക്ക നിലത്ത് വീണ് കഴിഞ്ഞാൽ എന്താ അതുപോലത്തെ ഒരു ബോഡിയായിരുന്നു എന്റെ. അപ്പൊ എന്റെ അപ്പർ ബോഡി ഒട്ടും വീക്കാണ്. അപ്പൊ അതൊക്കെ എനിക്ക് സ്ട്രെങ്ത് ആക്കുന്നുണ്ട് കലിസ്റ്റനിക്സ് പഠിക്കണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഓരോ സാധനം ചെയ്യുന്നത് ഒരു 18-19 വയസ്സിലൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്ത് അവരുടെ ഡ്രീം പർപ്പസ്. ലൈക്ക് പൊതുവെ ആൾക്കാർ ലൈക്ക് എന്റെ സാഹചര്യത്തിൽ എന്ന് വെച്ചാല് ഞാൻ സിഎ പാസ്സായി, ഇതിന്റെ ഒരു ജോബ് കിട്ടി, അതിനുശേഷം 1 കൊല്ലം 1.5 കൊല്ലം വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് ഞാനിപ്പോ എന്റെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യ പ്രായത്തിലുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി തുടങ്ങി. അപ്പൊ ലൈക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ടെൻഷൻ മീൻസ് എല്ലാരും ജീവിതം കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഞാൻ. ഇതൊക്കെ പെയ്തെ കളിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ അവരെ വേറെ സ്റ്റേജിൽ കടന്നു. അപ്പൊ ലൈക്ക് ഞാൻ ഭയങ്കര ലേറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ലൈക്ക് എന്റെ ഒരു ആഗ്രഹം വെച്ചാല് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്താ ഞാൻ ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെല്ലാരും അങ്ങനെ ആവണമെന്നാണ്. ലൈക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമാണ് അതൊക്കെ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിനെസ് ഇപ്പൊ ഇന്നത് ചെയ്താൽ ഹാപ്പിനെസ് ആവണമെന്നുള്ളതല്ല. ഓരോരുത്തർക്ക് ചിലപ്പോൾ 24/7 ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഹാപ്പിനെസ്. അപ്പൊ അങ്ങനെ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ അവർ അത് തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് ജീവിതത്തിൽ ഇപ്പൊ ഇൻ കേസ് ഞാനിത് എന്റെ ഒരു ഡ്രീം എന്താ വെച്ചാൽ അത് ഞാൻ അച്ചീവ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കൊരു കുറ്റബോധം ഉണ്ടാവരുത്. ലൈക്ക് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടാണെങ്കിൽ കിട്ടാതിരുന്നത് എന്നുള്ള ഒരു എൻഡിങ്ങിൽ വേണം എനിക്ക് സംഭവം തീർക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോ ഞാൻ വിചാരിച്ച ലൈഫ് എനിക്ക് അതിന് ശേഷം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ലൈക്ക് ഞാൻ ശ്രമിച്ചു എന്നിട്ടാണ് എനിക്ക് കിട്ടാത്തത്, എനിക്ക് യോഗമില്ല, അങ്ങനെ എനിക്ക് ആശ്വസിക്കാം. ഞാൻ ശ്രമിക്കാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ശ്രമിക്കാതെ ഞാനിപ്പോ ഈ ഓഫീസിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഞാൻ എന്നെ തന്നെ പ്രാവിട്ട് ആ പ്രാവിയുള്ള ദേഷ്യം ചിലപ്പോൾ ബാക്കിയുള്ളവരോടിലേക്ക് ഇൻ കേസ് കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ ഭാര്യനോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ ആയിരിക്കും തീർക്കുന്നുണ്ടാവുക. എനിക്ക് എന്റെ ജീവിതത്തിൽ തീർക്കാൻ പറ്റാത്ത അഭിലാഷങ്ങൾ എന്താ സംഭവിച്ചാൽ അത് തീർക്കാൻ പറ്റാത്തതിന്റെ ചുരപ്പ് ഞാൻ ബാക്കിയുള്ളവരോട് തീർന്നു. അത് തെണ്ടിത്തരാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടം ചെയ്യുകയാണെങ്കിൽ അല്ല വെയിൽ വന്നു തുടങ്ങി ഞാൻ ഈ സംഭവങ്ങളൊക്കെ തുറന്നതാക്കിയിട്ട് ഞാനത് സെറ്റ് ചെയ്യട്ടെ. കുറെ അത് കൂരാനും തിരിക്കാനും മറിക്കാനൊക്കെ അത് സെറ്റ് ചെയ്താൽ ഒരു 1/4 മണിക്കൂറിന് ശേഷം സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി മറ്റേ ചുമരുമ ഡ്രില്ല് ചെയ്യാനുള്ള ക്ലിപ്പുള്ള അത് പണി അറിയാത്ത ആരെങ്കിലും വരേണ്ടി വരും, ഡ്രില്ല് ചെയ്ത് തരേണ്ടി വരും. ഇതാണ് സംഭവം. 2000 രൂപ. ഇതെനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. പക്ഷെ ചില സ്ഥലത്ത് ഇങ്ങനെ തുരുമ്പ് പെയിന്റ് പോയതുപോലെയൊക്കെ. പക്ഷെ 2000 വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നത്. ഒരു പുള്ളബാറിലേക്ക് നമുക്ക് ഇതിൽ ഡിപ്പും ചെയ്യാം. നമ്മൾ KFC കിട്ടുന്ന ഡിപ്പല്ല, അല്ലാത്ത ഡിപ്പ്. നടൊരു ഇതായി ചെയ്തിട്ട് അത് പറഞ്ഞപ്പോഴേക്കും ഒരാളോട് ഓർമ്മ. ഇതിപ്പോ ഞാൻ ചിലര് പറയാറില്ലേ, ഞാനിപ്പോ ഇങ്ങനെ ഒരു ഫ്ലിപ്പ് വരുന്ന പഠിക്കുമ്പോഴോ ഓരോ ചെയ്യുമ്പോഴായാലും എന്തിനാടാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ലേ അങ്ങനെയൊക്കെ. ഞാൻ എന്തോ എനിക്ക് ത്യാഗം ചെയ്യണ പോലെ. ത്യാഗം മീൻസ് ഭയങ്കര ഓവറായിട്ട് വെച്ചിട്ട് ലൈക്ക് അത് ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് മണിക്കൂർ എക്സലില് വല്ല റിപ്പോർട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് സത്യം പറഞ്ഞ ഒരു കഴിവ് തന്നെ ഉണ്ട്. പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ പ്രാന്ത് പിടിച്ചിങ്ങനെ ഇങ്ങനെ വേറെ വഴിയില്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ ഞാൻ 1 മണിക്കൂർ എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ പറ്റും. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ മാറും. ഇപ്പൊ എനിക്ക് ഈ സാധനം ചെയ്യണമെങ്കിലും എന്റെ നടുവ് കുറച്ച് അരിച്ചിട്ട് പിന്നെ വളർന്നു നിന്നിട്ട് ഇതൊക്കെ ആക്കുമ്പോൾ പക്ഷെ എന്നാലും ലൈക്ക് ഐ എൻജോയ് ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഐ ലവ് ദിസ്. കാരണം ഇത് എനിക്ക് ഇഷ്ടമായിട്ട് മാത്രം മേടിച്ചാണല്ലോ, കാരണം എന്റെ ഇൻട്രസ്റ്റ് മാത്രമുള്ള ഇതില്. അപ്പൊ അങ്ങനെ അതുകൂടി ജസ്റ്റ് ഒന്ന് പറയണം തോന്നി. അപ്പൊ ഇതാണ് സംഭവം. എന്റെ റൂമിൽ ചുമരുമ ആയിരിക്കും മിക്കതും ഞാൻ അത് ഫിറ്റ് ചെയ്യുന്നുണ്ടാവുക. എനിക്ക് ഇഷ്ടമായി. നല്ല കമ്പിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. പിന്നെ കുഷ്യനൊക്കെ ഉണ്ട്. 2000 രൂപക്ക് ഡെലിവറി ചാർജ് അടക്കാണ് 2000 വന്നത്. നല്ലതായിട്ടാണ് തോന്നിയത്. ഞാൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എന്റെ മെയിൻ ഡ്രീം എന്ന് പറയുന്നത് തന്നെ കലിസ്റ്റനിക്സും ജിംനാസ്റ്റിക്സിലേക്ക് എനിക്ക് അധികം പഠിക്കണം എന്നൊന്നുമില്ല. ലൈക്ക് ഒരു ബാക്ക് ഫ്ലിപ്പ്, ഫ്രണ്ട് ഫ്ലിപ്പ്, സൈഡ് ഫ്ലിപ്പ്, ബാക്ക് ആൻഡ് സ്പ്രിങ്,
പിന്നെ ഫ്രണ്ട് അത്രയൊക്കെ ഉള്ളു. അല്ലാതെ കോർക്ക് ആ സാധനം പഠിക്കണമെന്നൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇതിലെനിക്ക് കലിസ്റ്റനിക്സ് എനിക്ക് പ്ലാൻ ചെയ്യുന്നതിന്റെ വലിയൊരു ആഗ്രഹമാണ്. പ്ലാൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാല് പറയുമ്പോൾ ഒരൊറ്റ 5 അക്ഷരത്തിൽ തീർന്നു. പക്ഷെ അത് ചിലപ്പോൾ 5 വർഷം ഇരിക്കുന്നുണ്ടാവും പഠിക്കാൻ സെൻസ് ഭയങ്കര ഗോഡ് ലെവൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലാണ് എന്റെ ഒരു ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലാഞ്ച് പറഞ്ഞാൽ നമ്മള് കൈമുട്ട് കുത്തിയിട്ട് നിൽക്കുന്ന സംഭവമല്ല കേട്ടോ പ്ലാഞ്ച്. കൈയിന്റെ ബ്രിസ്റ്റിന്റെ ഈ ഭാഗം മാത്രം കുത്തിയിട്ട് ചെയ്യണതാണ് ഹോറിസോണ്ടലി നിന്നിട്ട്. ലൈക്ക് അതൊന്നും അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് എന്നുള്ള ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പക്ഷെ ലൈക്ക് എനിക്ക് അറിയണത് ആ ഒരു സംഭവമൊക്കെ കണ്ടിട്ട് അതിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര സംഭവമാണ്. ആരും ചെയ്യാണ്ട് അതിനെ ലൈക്ക് ഞാൻ എന്തായാലും വായും പൊളിച്ച് നിൽക്കും. കാരണം എനിക്കറിയാം അതിന് എന്തോ സ്ട്രെങ്ത് വേണം, എന്തോരം എൻഡ്യൂറൻസ് വേണം എന്നൊക്കെ. ലൈക്ക് അതിന് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് ഇതെന്തിട്ട് കാട്ടണം എന്നുള്ള സംഭവമായിരിക്കും. അതിന് എനിക്ക് ഞാൻ ചെയ്യുന്ന ചിലതിനൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കാര്യമാക്കല്ല, അത് ഓരോരുത്തർക്ക്. ഇപ്പൊ എക്സെല് ഞാൻ പറഞ്ഞ പോലെ എക്സെല് 24 വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് എന്തോ ഒരു സംഭവമാണ് തോന്നുന്നത്, അതായിരിക്കും ഞാനിപ്പോ ചെയ്യുന്ന സാധനങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നാം. അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. ബട്ട് ലൈക്ക് ഞാൻ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആവാതിരിക്കാം. പക്ഷേ ലൈക്ക് നമ്മൾ ഒരാൾ പുച്ഛിക്കരുത്. ഇപ്പൊ ലൈക്ക് ഞാനൊരു 24/7 എക്സൽ വർക്ക് ചെയ്യുന്ന ഒരാളത്ത് എന്തിട്ട് ഒരു മിഷൻ അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല ഒരിക്കലും. കാരണം ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടങ്ങളാണ് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തിട്ട് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ് ആക്ച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത്ര ഉള്ള. ഞാൻ അധികം കൂടുതൽ സാഹിത്യം വെച്ച് വളർന്നില്ല, എനിക്ക് വയ്യാതായി. അപ്പോ ഞാനിപ്പോ എൻ്റെ അടുത്ത് നിന്നിട്ട് ചുമരുമ്പോ കുത്താൾ അനുവാദം ചെന്ന് മേടിക്കട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ടാറ്റ ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ് എനിക്ക് തന്നെയാണ് കേട്ടാ. വെള്ളത്തിൽ കൊണ്ടുവന്നത് എനിക്ക് അറിയാറുണ്ട്.